ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു സ്റ്റഡി ടേബിൾ, ഇതാണ് നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ ഇപ്പോഴത്തെ ഒരു കോലം. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ആക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ. ഇതൊന്ന് ക്ലീൻ ആക്കുന്ന വീഡിയോ ആയിട്ട് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടേബിളിലുള്ള എല്ലാ ഐറ്റംസും ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് ടേബിൾ ക്ലീൻ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞാനൊരു വൈറ്റ് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഒരു ഡെക്കോർ ഐറ്റംസാണ് വെക്കുന്നത്. ഇത് നമ്മൾ പേന പെൻസിലൊക്കെ ഹോൾഡ് ചെയ്യണത് ഹോൾഡറാണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം വേണ്ട പേനയും കാര്യങ്ങളും, അതായത് നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റിയ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് പേന കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് മാത്രമാണ് അതിൽ വെക്കുന്നുള്ളൂ. 2-3 പേനാസൊക്കെ വെക്കുന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ എക്സിബിഷന് പോയപ്പോഴേക്കും കണ്ടപ്പോൾ മേടിച്ച പേനകളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഐറ്റംസാണ് ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ കാർഡ്ബോർഡ് ഉപയോഗിച്ചിട്ട്, നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴേക്കും കാർഡ്ബോർഡ് കിട്ടുള്ളൂ. അത് വെച്ചിട്ട് നമ്മളൊരു ബോക്സ് പോലെ ഉണ്ടാക്കിയിട്ട് അതിലാണ് നമ്മൾ ഹൈലൈറ്ററും അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ആവശ്യമുള്ള ഐറ്റംസാണ്. അപ്പോൾ ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയൊരു ബോക്സാണ്. അപ്പോൾ ഇതിൽ നമ്മൾ അത്യാവശ്യം വേണ്ട ഹൈലൈറ്റേഴ്സും അതുപോലെ തന്നെ കുറച്ച് ക്രാഫ്റ്റിൻ്റെ ടേപ്പും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഫ്രൂട്ട് ബേഡ്, ഇതൊരു ബോട്ടിൽ നമ്മൾ മേടിച്ചതാണ്, പാഴ്സൽ മേടിച്ചതാണ്. അതിൻ്റെ ഒരു കുപ്പിയിലാണ് നമ്മൾ പേന, നമ്മുടെ കയ്യിലുള്ള അത്യാവശ്യമുള്ള പേനയും കളക്ഷനൊക്കെ ഇട്ടത്, കാരണം പെട്ടെന്ന് എടുക്കുന്നതിന് വേണ്ടി. പിന്നെ പെൻസിലിടാൻ വേണ്ടി ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഡെക്കോറിന് വേണ്ടി വെച്ചതാണ്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് മെയിനായിട്ട് നമ്മൾ ഫ്രണ്ടിൽ വെക്കുന്നുള്ളൂ. ഒരുപാട് ഐറ്റംസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം എല്ലാം കൂടെ വെക്കുമ്പോഴേക്കും ഭയങ്കര ബോറായിരിക്കും. മിനിമമായിട്ട് നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഐറ്റംസാണ് വെച്ചിരിക്കുന്നത്. കൂടെ അവളുടെ ഡയറിയും വെച്ചിട്ടുണ്ട്. ഡയറി എല്ലാ ദിവസവും യൂസ് ചെയ്യണതാണ്. പിന്നെ ഈ വൈറ്റ് ഷീറ്റ് എന്ന് പറയുന്നത് ചാർട്ട് പേപ്പറാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇങ്ങനെ അവളെപ്പോഴും കളറിങ് ഒക്കെ യൂസ് ചെയ്യണത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കളറിങ് ഒക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ വൈറ്റ് ഷീറ്റ് ഇട്ടുകൊണ്ട് പേപ്പറിൽ തന്നെ നമ്മൾ ഒരുപാട് തവണ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് താഴത്തൊന്നും പോവാതെ കളറിങ് അതിൽ തന്നെ. അപ്പോൾ ഓൾറെഡി അതിനകത്ത് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കളറൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് ആ ഒരു ചെറിയ ഏരിയയിൽ മാത്രം നമ്മൾ ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രമാണ് നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ അത്ര വന്നത്. ഇതും കൂടെ ക്ലീൻ ആക്കാനുണ്ട്. ഈ ഒരു ബോക്സിൽ നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ് ഇപ്പോൾ വയ്ക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ ബോക്സിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ആവശ്യമുള്ളത് ആവശ്യമില്ലാത്ത എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് കിടന്നിരുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്നും നമ്മൾ എടുത്തിട്ട് ആവശ്യമുള്ളത് മാത്രം ഇപ്പോൾ ആ ഒരു ബോക്സിലോട്ട് വെക്കുന്നുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം നമ്മൾ കളയുകയാണ് ചെയ്യണത്. ഇത് നമ്മൾ ക്രാഫ്റ്റിൻ്റെ ഇതിന് വേണ്ടി ഐസ്ക്രീമിൻ്റെ ഇതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം. പിന്നെ ഇത് നമ്മൾ ടേപ്പ്, നമ്മൾ എന്താണ് ഡബിൾ സൈഡിൻ്റെ ടേപ്പും കാര്യങ്ങളൊക്കെ വെച്ചേക്കുക. ആവശ്യമുള്ളതാണ് നമുക്ക്. സ്കെച്ച് ഇങ്ങനെ പൗച്ചിലാക്കിയിട്ടുണ്ട്, അത് നമുക്കിവിടെ വെക്കാം. ഓക്കെ, ഈ ഒരു ബോക്സിനകത്ത് ഓയിൽ പേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മളൊരു ബോക്സിലാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ഇതിൽ സ്കെച്ച്, ഇത് ഓയിൽ പെയിന്റ്, ഇത് വേറെ ബ്രഷ് പെൻസ് വേറെ ഉള്ളത്, ഇതുണ്ട് പുതിയതുണ്ട്. ഇത് ഒരുമിച്ച് വെച്ചേര്. ഓക്കെ, ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. സ്കൂൾ തുറക്കുമ്പോഴേക്കും എപ്പോഴും ആവശ്യമുള്ളത്. അപ്പം ഞാൻ ഫെവി ബോണ്ട് വെച്ചിട്ടുണ്ട്. പെയിൻസ് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. കട്ടയായിട്ടുള്ളത് അതിനൂടെ മാറ്റണുണ്ട്. പിന്നെ സ്കെച്ച് പെയിൻ അങ്ങനത്തെ കാര്യങ്ങൾ, ക്യാമറിൻ്റെ ബോക്സിൽ ക്യാരംസ് ബോക്സ് എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അനൂസിന് ഇടയ്ക്കിടയ്ക്ക് ബുക്ക് വായിക്കുന്ന ശീലമുണ്ട്. അപ്പോൾ നമ്മൾ ബുക്ക് വെക്കാനായിട്ട് ബുക്ക് ഹോൾഡറൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ കാർഡ്ബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒരു വൈറ്റ് ബോണ്ട് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ട് വശം മാത്രം ഒന്ന് ഡെക്കോർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു സ്റ്റാപ്ലർ ചെയ്ത് വെച്ചേക്കുവാണ്. എന്നിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പിക്കും കൂടെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ നമുക്ക് നമ്മുടെ ബുക്ക് നമുക്ക് ക്യാരി ചെയ്യാം. അപ്പം നമുക്ക് ഈസി ആയിട്ട് കുറച്ച് ബുക്കുകൾ എടുത്ത് വെക്കുകയും ചെയ്യാം, നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് നമുക്ക് തിരിച്ചതിനകത്ത് തന്നെ വെക്കുകയും. അപ്പോൾ ബുക്ക് ഹോൾഡറും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും നല്ല ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഒരു ചേഞ്ചസാണ് നമ്മുടെ ടേബിളിൽ വരുത്തിയിട്ടുള്ളത്. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഓക്കെ, ബൈ.